നമുക്ക് ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ബൈബിളുള്ളവരെല്ലാവരും കയ്യിൽ എടുത്താൽ നന്നായിരിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടേനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്, അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് അല്ലേ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം എന്നല്ലേ എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അപ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഈ നല്ല ഒരു രാവിലെ സമയം വാസ്തവമായിട്ട് അങ്ങയെ കർത്താവേ, യേശു മാത്രം എൻ്റെ ആശ്രയം എന്ന് പാട്ടുപാടിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടം കൂടെ അനുവദിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവെ. യേശുവെ, നീ അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വേറൊരു ആശ്രയമില്ല യേശു കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ട് കർത്താവെ, നീ ജീവിക്കുന്നതിനാലേ ഞങ്ങളും ജീവിക്കും എന്ന് ഞങ്ങൾക്ക് പാടുവാൻ അങ്ങ് സഹായിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവെ, അത് വാസ്തവമായിട്ട് വചനത്തിലൂടെ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ ഉയർപ്പിൻ്റെ ശക്തി കർത്താവെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ രുചിച്ചറിയുവാൻ തക്കോണം കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. കർത്താവെ, സംസാരിക്കുന്ന അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ എഫേസ്യ സഭയിലെ മക്കൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കർത്താവെ ഈ രാവിലെ സമയം അങ്ങ് തുറക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് തുറന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിലെ മർമ്മങ്ങളെ കാണുവാൻ സാധിക്കില്ല കർത്താവെ. അങ്ങയുടെ വചനമില്ല എങ്കിൽ കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, മരുഭൂമിയിലെ ഇസ്രായേൽ മക്കൾക്ക് മന്ന കിട്ടാതിരുന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെ ആയിരിക്കും ഞങ്ങളുടെ അവസ്ഥകളെന്ന് ഞങ്ങൾ ഈ രാവിലെ സമയം ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ മക്കളെ ഒരുക്കിക്കാട്ടെ കർത്താവെ, ആ മന്ന സ്വീകരിക്കാൻ അങ്ങയുടെ മക്കളെ ഒരുക്കിക്കാട്ടെ കർത്താവെ. പുനരുദ്ധാനത്തിൻ്റെ ശക്തി രുചിച്ചറിയാൻ നിൻ്റെ മക്കളെ സഹായിച്ചാട്ടെ കർത്താവെ. അങ്ങ് സഹായിച്ചില്ലെങ്കിൽ കർത്താവെ, ഈ സംസാരിക്കുന്ന അടിയൻ്റെ വാക്കുകൾ വെറുതെ ആകുന്നെന്ന് അടിയൻ അറിയുന്നു കർത്താവെ. നിൻ്റെ മക്കളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നില്ല എങ്കിൽ കർത്താവെ, അവർ കേൾക്കുന്നതും അവർ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നതും ഇവിടെ കൂടിയിരിക്കുന്നതും വെറുതെ ആകുന്നെന്ന് അടിയൻ അറിയുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തി കർത്താവെ, ഉയർത്തെഴുന്നേറ്റവനായി യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി കർത്താവെ ഈ രാവിലെ സമയം കർത്താവെ ഈ സഭയിൽ കർത്താവെ വ്യാപരിക്കട്ടെ കർത്താവെ. അങ്ങയുടെ ബലമുള്ള കർത്താവെ ആ വല്ലഭത്വത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. അങ്ങയുടെ മക്കൾ കർത്താവെ പ്രവചിക്കട്ടെ കർത്താവെ. അങ്ങയുടെ മക്കൾ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ കർത്താവെ. പരിശുദ്ധ ശക്തി കർത്താവെ ഇവിടെ വ്യാപരിച്ചു കർത്താവെ. ഇതിലെല്ലാം ഉപരിയായിട്ട് കർത്താവെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ കാണുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണം കർത്താവെ. കർത്താവെ, ഞങ്ങളെ മുറ്റുമുഴുവനായി ഏൽപ്പിക്കുന്നു. ശ്രദ്ധയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവായ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്താ ചെയ്തത്? അവർക്ക് പേടിയായിരുന്നു അല്ലേ. അവരെല്ലാവരും ഒളിച്ചിരുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിച്ച് അതിനുശേഷം അവർ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ചു. അവരെല്ലാ സ്ഥലത്തും പോയി. അപ്പം ഇപ്പം നമ്മൾ പത്രോസ് ഒക്കെ പ്രസംഗിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പത്രോസ് മെയിനായിട്ട് അവിടെ സംസാരിച്ചത്? എപ്പോഴും പത്രോസ് തുടങ്ങിയിരുന്നതും മറ്റ് അപ്പോസ്തലന്മാരായാലും അവർ തുടങ്ങിയിരുന്നത്
വരുവാനിരുന്ന മശീഹ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മൂലം ദൈവം പറഞ്ഞിരുന്ന മശീഹയാണ് ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം യേശുവിലൂടെ നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം അവർ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴും അവർ പറഞ്ഞു നിർത്തിയിരുന്നത് എന്തായിരുന്നു? കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറഞ്ഞാണ് നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ വായിക്കേണ്ട, ഞാൻ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:32 അപ്പോസ്തലപ്രവൃത്തി 3:14 ഒക്കെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. അതേപോലെ 3:14 നമുക്ക് കാണാം, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതായിരുന്നു അവരുടെ ആ ഒരു പ്രധാനമായ കേന്ദ്ര ബിന്ദു. ഇത് പറയാതെ അവരൊരിക്കലും ഒരു സുവിശേഷവും പൂർത്തിയാക്കിയിട്ടില്ല, അല്ലേ? പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ വായിച്ച ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 11 നമ്മൾ വായിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ 10ഉം 11ഉം മാത്രം ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 10 എന്ന് പറഞ്ഞാൽ 9 തൊട്ട് വായിച്ചാലേ അവിടെ എത്തുള്ളൂ. നമ്മൾ 19 തൊട്ട് വായിക്കാം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടേനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടേനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടേനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ആ നടുവിലെ ഭാഗം മാത്രം, നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വാക്യങ്ങളെല്ലാം ഒന്നായിട്ട് കണക്ട് ചെയ്ത് വലിയ നീളത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നടുവിലുള്ള ഭാഗം എടുക്കാം. ഈ ഭാഗത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എനിക്ക് ഈ ഭാഗത്തോട് ചോദിക്കാൻ തോന്നിയ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, എന്തായിരിക്കും ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പറയാം രുചിച്ചറിയണം, അല്ലേ? അപ്പം ഉടനെ നമ്മളെ മനസ്സിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അപ്പോൾ എന്തായിരിക്കും ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി? അതറിഞ്ഞിട്ട് വേണ്ടേ പിന്നെ അനുഭവിച്ചറിയണമെങ്കിൽ, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം, എന്തായിരിക്കും ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി? ഇനിയിപ്പം ഈ ശക്തി പൗലോസിന് മാത്രമാണോ അനുഭവിച്ചറിയാൻ പറ്റുന്നത്? നമ്മളെപ്പോലെയുള്ളവർക്കും അനുഭവിച്ചറിയാൻ പറ്റുമോ? പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശക്തിയൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായിരിക്കാം അത് എന്ന് നമുക്ക് ചോദിക്കാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമോ? എന്താണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനോട് വളരെ നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ കൂടുതൽ അതിനോട് വളരെ റെസണേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17 തൊട്ട് 20 വരെ. അതൊന്ന് വായിക്കാം. എഫേസ്യർ 1:17 തൊട്ട് 20 വരെ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടേനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യണത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അവൻ്റെ കാൽക്കുഴാക്കി വെച്ച് അവനെ സർവ്വത്തിൻ്റെ മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് വാക്യങ്ങൾ ഒരുമിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോയിട്ടൊന്ന് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ശരിക്കും എഫേസ്യ സഭയ്ക്ക് വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്, അല്ലേ? എഫേസ്യ സഭയിലെ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം അവിടെ 18-ാം വാക്യത്തിനകത്തേക്ക് നമ്മൾ പോയാൽ കാണാം, അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും
അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റം വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത് അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിലാണ് അത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. എങ്ങനെ വ്യാപരിച്ചു? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വ്യാപരിച്ചത്? ഈ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അതിനോട് ഇങ്ങനെ ചോദിച്ചാൽ മതി, എങ്ങനെ വ്യാപരിച്ചു? അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മളിൽ ആരുടെ ശക്തിയാണ് വ്യാപരിച്ചിരിക്കുന്നത്? ഈ അളവറ്റ ശക്തി വ്യാപരിച്ചു. അതേ ശക്തിയാണ് ക്രിസ്തുവിലും വ്യാപരിച്ച് ആ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി. ഇനി ഈ ശക്തി ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലും വ്യാപരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം, ഈ ശക്തി, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്കും അനുഭവിക്കുവാൻ ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ എനിക്കും അനുഭവിക്കുവാൻ സാധിക്കുമോ? അപ്പോൾ നമുക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഭയങ്കര എക്സ്പ്ലോസീവ്, ഒരു ഭയങ്കര പവർഫുൾ ശക്തിയാണോ, അല്ല നമ്മൾക്ക് അങ്ങനെയാണോ നമുക്കത് അനുഭവപ്പെടുന്നതെന്ന്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങൾ, ആ 3-ാം അധ്യായം മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വളരെ മനോഹരമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതെന്ന്. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? ഫിലിപ്പിയിലെ സഭ, മാസിഡോണിയ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, മക്കദോനിയ, അല്ലേ, അവിടെ ഉണ്ടായതും യൂറോപ്പിൽ ആദ്യമായിട്ട് വന്ന സഭയുമാണ് ഈ ഫിലിപ്പിയിലെ സഭ. ഈ ഫിലിപ്പിയിലെ സഭയിൽ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ജോയ് ലെറ്റർ എന്നാണ്. കാരണം 16 പ്രാവശ്യമാണ് കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് ഇവിടെയാണ്. എന്നാൽ ഇത് എഴുതിയിരിക്കുന്ന എവിടെ ഇരുന്നിട്ടാണ്? പ്രിസൺ, അല്ലേ, കാരാഗ്രഹത്തിൽ ഇരുന്നിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. വളരെ ജോയ്ഫുള്ളായിട്ടുള്ള ഒരു ലെറ്ററാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ ഇനിയും നമുക്ക് ആ 3:9-11 വരെ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9-11 ഒന്നുകൂടെ വായിക്കാം. കാരണം ഇത് കുറേ പ്രാവശ്യം നമ്മൾ വായിച്ചാലേ നമ്മളുടെ ഈ ചെറിയ തലയിലേക്ക് അത് വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പറയുന്നത്. ഒന്ന് വായിക്കാം നമുക്ക് 9-11 വരെ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടേനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടേനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടേനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഈ 3-ാം അധ്യായം അതിൻ്റെ തുടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ, അല്ലേ? അതിനുശേഷം പൗലോസ് പറയുന്നുണ്ട്, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് താഴോട്ട് വന്നിട്ട് 3-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, അല്ലേ? അതൊന്ന് വായിക്കാം, 4 തൊട്ടൊന്ന് വായിക്കാം. പക്ഷേ എനിക്കും ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും
എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അവിടെ എന്താ പറഞ്ഞത്? എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അതെ, കണ്ടിന്യൂ ചെയ്ത സിസ്റ്റർ. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു, ക്രിസ്തു യേശുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. കണ്ടിന്യൂ ചെയ്ത് എന്നിട്ടാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മതി. അപ്പം അവിടുന്ന് നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അവിടെ അങ്ങനെയാണല്ലേ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആദ്യം പുനരുദ്ധാനത്തിൻ്റെ ശക്തി അല്ലേ, പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം, പൗലോസിനെ പോലെ എനിക്കും ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സാധിക്കുമോ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 3:9 മാത്രം ഒന്ന് വായിക്കാം നമുക്ക്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പം എന്താണ് അവിടെ പറയുന്നത്? 9-ാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലെങ്കിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിക്കേണ്ടതിന് അല്ലേ. അപ്പം നമുക്ക് ഈ ഡിക്ഷണറി മീനിങ് നോക്കാം. നീതിയുടെ ധാർമ്മികമായി ന്യായീകരിക്കാവുന്നതോ ശരിയായതോ ഒരു സ്വഭാവം അല്ലേ, അതാണ് നീതി. എന്നാൽ ബൈബിളിൽ നിന്ന് വചനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ മനോഭാവം, സ്വഭാവം, എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചോദ്യം ചോദിക്കാം. എന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? എന്താണ് ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അല്ലേ? അത് ആദ്യം കണ്ടു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചത്? പൗലോസിനെ പോലും എനിക്കും ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കാൻ സാധിക്കും, അല്ല ഇത് പൗലോസിന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണോ എന്നാണ് അല്ലേ നമ്മൾ രണ്ടാമത് ചോദിച്ചത്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം എന്നാണ് അല്ലേ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ഒരു ചോദ്യത്തിൽ ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളായ നാം അല്ലേ, നമ്മൾ ജനിച്ചത് എന്തിലാണ്? പാപത്തിലാണ്. നമ്മൾ ജനിച്ചതേ പാപത്തിലാണ് അല്ലേ. അപ്പം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും
ആ നീതിയുള്ള നമുക്ക് ആർക്കും നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ സാധ്യമല്ല. കാരണം ഒരിക്കലും നന്നായി ജീവിച്ച് നീതിമാന്മാരായിട്ട് ദൈവം മുമ്പാകെ പോകാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. എന്നാൽ സുവാർത്ത എന്താണ്? ദൈവപുത്രനായ യേശു പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവവുമായി ഈ ഭൂമിയിൽ വന്ന് നമ്മിൽ ഒരാളെപ്പോലെ ജീവിച്ച്, എന്നാൽ പാപമില്ലാത്തവനായി ജീവിച്ച് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും തൻ്റെ മേലെ ഏറ്റെടുത്ത് പാപയാഗമായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. 2 കൊരിന്ത്യർ 5:21 നമുക്ക് വായിക്കാം. അതിലെന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതെ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ദൈവവചനം നമ്മോട് പറയുന്നത്, ഈ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ, ഞാൻ പാപിയാണെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുമ്പോൾ, ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ അനീതിയല്ല, തൻ്റെ പാപമില്ലാത്തവനായ നീതിമാനായ പുത്രൻ്റെ നീതിയാണ് കാണുന്നത്, അല്ലേ? നാം ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ദൈവത്തിൻ്റെ നീതി ആ സ്റ്റാൻഡേർഡിൽ എത്തിയവരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ നീതീകരണം എന്നത് 2 പാർട്ടായിട്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. എന്താണ് ഈ നീതീകരണം എന്ന് പറയുന്നത്? എന്താണ് ഈ നീതീകരണം? നമ്മളെപ്പോഴും പറയുമല്ലോ നീതീകരണം എന്ന് പറയും, അല്ലേ? കാരണം ഇവിടെ ഒരു വാക്യത്തിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയത്. എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അവൻ്റെ കഷ്ടാനുഭവമുള്ള കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? പൗലോസിനെ പോലെ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുമോ? അതായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം, അല്ലേ? അപ്പം നമ്മളിപ്പം നോക്കുന്നത് എന്താണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ഇവിടെ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, നീതീകരണം എന്ന് പറയുന്നത് എന്താണ്? അതെ, ദൈവത്തിൻ്റെ അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതും, ഇത് ഞാനൊരു ഡെഫിനിഷനാണ് വായിക്കുന്നത്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതും ക്രിസ്തുവിലുള്ള നീതി നമ്മുടേതാണെന്ന് കരുതുന്ന ദൈവത്തിൻ്റെ ഒരു തൽക്ഷണ നിയമപരമായ പ്രവൃത്തിയാണ് നീതീകരണം. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ക്രിസ്തുവിലുള്ള നീതി നമ്മുടേതാണെന്ന് കരുതുന്ന ദൈവത്തിൻ്റെ ഒരു തൽക്ഷണ നിയമപരമായ പ്രവൃത്തിയാണ് നീതീകരണം. അപ്പോൾ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെട്ടവരാണോ? അതെ, നമ്മളെല്ലാവരും ക്രിസ്തു നീതീകരിക്കും. അങ്ങനെ നാം അവൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരാണെന്ന് ആര് പ്രഖ്യാപിക്കുന്നു? ദൈവം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കും, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം എന്തായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? നീതിമാൻ. അത് നമ്മുടെ നീതി കാരണമാണോ? അല്ല, ദൈവത്തിൻ്റെ നീതി കാരണം. അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതും, ഇപ്പം ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു, അതിന് പകരം നമുക്ക് ആരുടെ നീതി തന്നു? ക്രിസ്തുവിൻ്റെ നീതി തന്നു. അത് ദൈവത്തിൻ്റെ ഒരു തൽക്ഷണ നിയമപരമായ ഒരു പ്രവൃത്തി. അതിനെ ഞാൻ മലയാളത്തിലേക്ക് പറഞ്ഞതാണ്, ഒരു ജുഡീഷ്യൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നാം അവൻ്റെ ദൃഷ്ടിയിൽ ആരായി മാറുകയാണ്? നീതിമാന്മാരായ മാറുന്നത്. ഇനി റോമർ 4:25 നമുക്കൊന്ന് വായിക്കാം. റോമർ 4:25. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ നമ്മുടെ നീതി, അങ്ങനെയല്ലേ പറയുന്നത്? അതെ, ഒന്നുകൂടെ വായിക്കാം. 4:25. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. നമുക്കും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു മരിക്കുന്ന കർത്താവായ യേശു നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് ആരെ ഉയർപ്പിച്ചിരിക്കുന്നത്? കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചിരിക്കുന്നത്.
അപ്പം നമുക്ക് ഇത് ഞാൻ അതിൻ്റെ നടുവിലൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അല്ലേ? അത് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പോയി നമ്മൾ നോക്കി. അവിടെ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? ആ യേശുവിനെ ഉയർപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ പൗലോസിനെ പോലെ എനിക്കും ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അതിനിടയിൽ നമ്മളിത് വായിച്ചു വന്നപ്പം അവിടെ എന്ത് കണ്ടു? അവിടെ നമ്മൾ ഈ ഒരു വാക്യം കണ്ടു, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു എന്ന് കണ്ടു. അപ്പം നമ്മൾ എന്തു ചെയ്തു? നീതീകരണം എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് തിരിച്ച് ഈ 3-ാം അധ്യായത്തിൽ തന്നെ പോയിട്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധ്യായത്തിൽ തന്നെ പോയിട്ട് നമുക്ക് നോക്കാം, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മൾക്കും ലഭ്യമാണോ? ലഭ്യമാണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പം നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്തു വായിച്ചു? നമ്മൾ വായിച്ചു, പൗലോസ് പറയുന്നു ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക. ആ ഭാഗമൊക്കെ കഴിഞ്ഞു. നമ്മൾ വന്നു. പിന്നെ അതിന് ശേഷം പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ, ആർക്കെങ്കിലും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ ഏറ്റവും അധികം ആർക്ക് ആശ്രയിക്കാൻ പറ്റും? പൗലോസിനാണ് ആശ്രയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പൗലോസിൻ്റെ യഹൂദ ഇതിനെപ്പറ്റി, നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളായിരുന്നു ആര്? അപ്പോസ്തലനായ പൗലോസിലെ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഗമാലിയൻ്റെ അടുത്ത് പഠിച്ച ആളാണെന്നും ബെന്യാമീൻ ഗോത്രക്കാരനാണെന്നും പരിച്ഛേദന ഏറ്റവനാണെന്നും ഒക്കെ പറയുന്നുണ്ട്, അല്ലേ? എന്നിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നു 1-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, അല്ലേ? പിന്നെ 2-ാമത്തെ പ്രാവശ്യം എന്ത് പറഞ്ഞു? 2-ാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ഛേദമല്ലേ? അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നുണ്ടെന്നു പറഞ്ഞു. അത് കഴിഞ്ഞാണ് നമ്മൾ കുറേ പ്രാവശ്യം വായിച്ചല്ലോ ആ വാക്യങ്ങൾ. അതെല്ലാം വായിച്ചതിൻ്റെ ശേഷം അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് പോയിട്ട്, ദൈവം ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലെ വിശ്വാസം മൂലം വിശ്വസിക്കുന്ന നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അപ്പം നമ്മളവിടെ പോയിട്ട് നോക്കി എന്താണ് നീതീകരണം എന്ന് നോക്കി. നീതീകരണം എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു, പകരം നമുക്ക് എന്ത് തരും? കാരണം നമ്മൾ വീണ്ടും മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ഇരിക്കുന്നോളം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പാപം ചെയ്യും. അപ്പം നമ്മളുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് അവിടെ തീരുന്നില്ല. അതിന് പകരം എന്താ തരുന്നത്? ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് തരിക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ക്രിസ്തു ആണെങ്കിൽ നമ്മളിങ്ങനെ പുറകിലിരിക്കുന്ന പോലെ, ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? ക്രിസ്തുവിനെ, നീതിമാനായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ആ നീതിയാണ് ലഭിച്ചതെന്നാണ് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നീതിയെ പറ്റി പൗലോസ് പറഞ്ഞതിന് ശേഷം അതിനുശേഷം പറയുന്നത്, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. എന്തായിരിക്കും ഈ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുന്നത്? അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം തന്നെ 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാം, അല്ലേ? അവിടെ എങ്ങനെയാണ് വന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാധ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ വാഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ള, ആരോട് അനുസരണമുള്ളായിരുന്നു? ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നു. അപ്പം നമ്മളോട് എന്താ പറയുന്നത്? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. അപ്പം നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? യേശു എങ്ങനെ അനുസരണമുള്ളവനായിരുന്നോ നമ്മളും അനുസരണമുള്ളായിരുന്നു. യേശു പാപത്തോട് അകന്ന് ജീവിച്ചവനായിരുന്നു. യേശുവിൽ പാപം ഇല്ലായിരുന്നു. അതുപോലെ എന്തായിരിക്കണം? നമ്മളും അവൻ്റെ മരണത്തോട് അനുരൂപമാകുമ്പോൾ പാപവുമായിട്ട് നമുക്ക് ബന്ധമില്ല.
യേശുവിന് സ്വന്തം ഇഷ്ടം യേശു മാറ്റിവെച്ചായിരുന്നു അല്ലേ. ഗത്സമനയിലെ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്കറിയാം അല്ലേ. പക്ഷേ പിതാവിൻ്റെ ഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി യേശു എന്ത് ചെയ്തു? അവൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് ക്രൂശില മരണത്തോളം അനുസരണമുള്ളായിരുന്നു. ഈ ലോകത്തിലെ ഡിസയേഴ്സ് അല്ലെങ്കിൽ മോഹങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനോടും യേശുവിന് പൂർണ്ണമായിട്ടും അതിൽ നിന്നും അകന്നു ജീവിച്ചു. അങ്ങനെയുള്ള നമ്മളോടാണ് പറയുന്നത്, അവൻ്റെ 10ാമത്തെ വാക്യമാണ്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്. അപ്പോൾ ഇതൊരു ഭയങ്കര എന്താ പറയുക മാല പോലെയാണ് ഈ വാക്യങ്ങൾ. നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിനെ പിരിച്ചെടുക്കാൻ. മലയാളത്തിൽ നമ്മൾ കുറച്ച് അധ്വാനിച്ചാലേ നമ്മളിവിടെ എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞ്? മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്. എന്താണ് അനുരൂപപ്പെടേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താ പറഞ്ഞത്? അവനെയും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊട്ടിക്കാം. സെൻറ്റൻസ് നമുക്കങ്ങ് ബ്രേക്ക് ചെയ്യാം. അവനെയും ഒന്ന്, എൻ്റെ കൂടെ ഇല്ല എല്ലാവരും, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മകളും അനുഭവിച്ചറിയണം. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ 3 കാര്യം അനുഭവിച്ചറിയാൻ പറഞ്ഞേ. നമുക്കിങ്ങനെ ഒരു ടേബിളിൽ കുറേ ഫുഡ് കൊണ്ടുവച്ചാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കണ്ടറിയാം അല്ലേ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് കഴിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുഭവിച്ചറിയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ആരെയാണ് അനുഭവിച്ചറിയേണ്ടത്? യേശുവിനെ, അവനെ അനുഭവിച്ചറിയണം. രണ്ടാമതായിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി. 3 കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ അവനെ എന്നുള്ളത് വേറെ നിൽക്കും. പിന്നെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും കഷ്ടാനുഭവവും ഇത് രണ്ടും കപ്പിൾ ചെയ്തിട്ടാണ് ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്? കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ വരുമ്പോൾ, ഈ കഷ്ടം എന്ന് പറയുമ്പോഴേക്കും രോഗം എന്ന് മാത്രം ചിന്തിക്കരുത് കേട്ടോ. എന്തൊക്കെയുണ്ട്? സുവിശേഷ നിമിത്തമുള്ള കഷ്ടങ്ങളുണ്ട്, സുവിശേഷ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. നമ്മൾ നല്ല യേശുവിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടാവും. ലോകം യെസ് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്തു പറയേണ്ടി വരും? നോ പറയേണ്ടി വരും. പറയുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ഒരു ചിരി. അപ്പോൾ അത് നമ്മൾ നോ പറയേണ്ടി വരും അല്ലേ. ലോകത്തിൻ്റെ തിരക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വാസികളായിട്ടും പോകാം. പക്ഷെ വചനം പറയുന്നത് നമുക്ക് ഒരു പേരേ ഉള്ളൂ. ലോകത്തിൻ്റെ അറ്റത്തോളം പോയിട്ട് എന്താക്കാനോ പറഞ്ഞത്? വിശ്വാസികളുണ്ടാക്കാനാണോ പറഞ്ഞത്? ശിഷ്യന്മാരുണ്ടാക്കാനാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞത് ഗുരു ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്ന ആളാണ് ശിഷ്യൻ. അപ്പോൾ യേശു ഈ ലോകത്തിൽ നമ്മൾ ഫിലിപ്പിയറിൽ കാണുന്നുണ്ടല്ലേ, തൻ്റെ മഹിമകളെയൊക്കെ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് നമ്മളോട് കൂടെ ഇരുന്ന് കഷ്ടം സഹിച്ചെങ്കിൽ അതേപോലെ തന്നെ ഈ സുവിശേഷത്തിന് വേണ്ടി നമ്മളും എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ. എല്ലാവർക്കും എന്തൊരു ചിരിയാണ് വരുന്നത്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നടക്കുന്ന കാര്യം വല്ലതുമാണോ? എൻ്റെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ആര് ചെയ്യും? എൻ്റെ മക്കളെ ആര് നോക്കും? എനിക്ക് ജോലിക്ക് പോകണ്ടേ അല്ലേ. പക്ഷേ ദൈവവചനം നമ്മളെ ആരായിട്ടാണ് കാണുന്നത്? പടയാളികൾ അല്ലേ. എന്താണ്? സോൾജിയേഴ്സ്. നമുക്ക് 2 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൽ എന്താ വായിക്കുന്നത് നോക്കാം. 2-ാം അധ്യായം 3-ാം വാക്യം, 3-4. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഇത് പാസ്റ്റർ തിമോത്തിക്ക് മാത്രമുള്ള കത്താണോ? അല്ല. സ്നാനപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച എല്ലാവർക്കും കൂടെയാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ. പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പം നമ്മൾ എല്ലാവരും ആരാണിപ്പോൾ? ഓരോരുത്തരും ഭടന്മാരാണ്. അപ്പം പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മളിങ്ങനെ മസിൽ പവർ കാണിച്ചാണോ കിട്ടാൻ പോകുന്നത്? അല്ല. പിന്നെ എങ്ങനെയാണ് കിട്ടാൻ പോണേ? നല്ല ഭടന്മാരായിട്ട്. കഷ്ടം എന്ന് പറയുമ്പോൾ ഒരിക്കലും മറ്റേ ഒരു കഷ്ടത്തെ ചിന്തിക്കല്ലേ.
സുവിശേഷ നിമിത്തമുള്ള കഷ്ടം. കഷ്ടം 2 തരം ഉണ്ട് കേട്ടോ. നമ്മുടെ കുരുത്തക്കേട് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന കഷ്ടമുണ്ട്. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ അതെ, നമ്മുടെ കുരുത്തക്കേട് കൊണ്ട് ഉണ്ടാക്കുന്ന കഷ്ടമുണ്ട്, സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടമുണ്ട്. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്ത സിസ്റ്റർ അടുത്ത വചനം കൂടെ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവന കാര്യങ്ങളിൽ ഇടപെടാൻ. നല്ല കാര്യമായില്ലേ? ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ ചെയ്യാൻ പോണേ? വചനം പറയുന്നത് ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കും. ഇതെന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് ഇത്ര വ്യക്തമായിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയോ? ഈ വാക്യം കാണുമ്പം എനിക്ക് എപ്പോഴും, ഞാൻ ചെറുതായിരിക്കുമ്പോൾ കേട്ടൊരു കഥ ഞാൻ ഓർക്കും. എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പം അവിടെ ബാരക്സ് ഉണ്ട്. അപ്പം ആ നാട്ടിലുള്ള ഒരു വിധവയായ ഒരു അമ്മയും ഒരു മോനും, ഇത് ഞാൻ കൊച്ചാവുമ്പോൾ കേട്ടതാട്ടോ. ഈ കഥ എൻ്റെ മനസ്സിലെങ്ങനെയോ പതിഞ്ഞു. പിന്നെ ദൈവവചനമൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു. അന്ന് ഇങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം അമ്മയും ഒരു മകനും ഉണ്ടായിരുന്നു. ഈ മകൻ മിലിറ്ററിയിൽ ജോലി കിട്ടിയിട്ട് അങ്ങ് ബോർഡറിലോട്ട് പോയപ്പോൾ ഈ അമ്മ വീട്ടിൽ തന്നെയായി. അപ്പോൾ ഇതാരോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നെങ്ങാനും ഞാൻ കേട്ടതാണ്. അപ്പോൾ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ, അടുത്തുള്ള ആളുകൾ ഇവരുടെ സ്ഥലം അതിക്രമിച്ച്, നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ നടക്കുമല്ലോ, പണ്ട് ഞങ്ങളുടെ അതിരായിരുന്നു, ഇവിടെ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ വേലി അങ്ങോട്ട് നീക്കി അങ്ങ് കെട്ടി. മതിലില്ലായിരിക്കും, വേലി എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. വേലി അങ്ങ് നീക്കി കെട്ടിയിട്ട് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ ആരുമില്ല, വിധവയായ സ്ത്രീയാണ്. അപ്പോൾ ഇവർ ആ കാലത്ത്, എനിക്ക് തോന്നുന്നു മൊബൈലും ഉണ്ടായി കാണില്ല കേട്ടോ, ഞാൻ കഥ കേട്ട കാലത്ത് ഇവർ കത്തെഴുതി കാണണം മകന്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ മകൻ എന്ത് ചെയ്തു? മകൻ ഡ്യൂട്ടിയിലാണ്, ബോർഡറിലാണ്. അപ്പം മകൻ മുകളിൽ അറിയിച്ചു. അപ്പോൾ ഈ കോഴിക്കോട് ബാരക്സ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്. അപ്പോൾ ഈ കഥ ഇങ്ങനെയാണ് പോകുന്നത്. രാവിലെ ഒരു ദിവസം മിലിറ്ററി നേരെ വരുന്നു, വണ്ടിയിൽ വരുന്നു, ഇറങ്ങുന്നു, വേലിയെടുക്കുന്നു, മാറ്റി പഴയ സ്ഥലത്തേക്ക് വെക്കുന്നു. അപ്പോൾ ഈ ആളുകൾ ഓടി വന്നു. അപ്പോൾ ഇവർ പോലീസിനെയും ബ്രൈബ് ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത് കഥയിൽ. അപ്പോൾ ഇവർ നീക്കി വെക്കുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഇവിടെയായിരുന്നു ഞങ്ങളെ സ്ഥലം, ഞങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഈ വീട്ടിലെ ആൾ പട്ടാളത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കോർട്ടിലേക്ക് പോകാം, അതുവരെ ഇത് അനങ്ങാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ വായിച്ച കാര്യം. ഇപ്പോൾ ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പട ചേർത്തവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പം ആരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്? ദൈവം. ഇന്ത്യൻ ആർമിയെക്കാളും വലിയവനായ ഗോഡ് ഓഫ് ഏഞ്ചൽ ആർമീസ് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ആ ദൈവമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എനിക്ക് സമയം കഴിയാറായി. അപ്പോൾ ഇനി നമുക്ക് ഫിലിപ്പിയറിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഇനി അവിടെ എന്തോ നമ്മൾ ആദ്യം വായിച്ചത്, ക്രിസ്തുവിലുള്ള 10-ാം അധ്യായം, അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ അത് നോക്കി, മരണത്തിന് അനുരൂപപ്പെടുക എങ്ങനെയാണെന്ന് നോക്കി. 3 കാര്യങ്ങൾ അതിൻ്റെ ശേഷം കണ്ട്, അവനെ അനുഭവിച്ചറിയണം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. അത് ശരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആയിട്ടാണ് വരുന്നത്. അവനെ അനുഭവിച്ചറിയണം, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും കൂട്ടായ്മയും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ശക്തി അപ്പോൾ എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്? നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പം, നമ്മൾ ആ മിലിറ്ററിക്കാർ വന്ന് വേലി മാറ്റി വെച്ചില്ലേ, അതേപോലെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം. അതിൽ ആദ്യം ഒരു കണ്ടീഷനും പൗലോസ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കുക. ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. എന്നിട്ട് പൗലോസ് പറഞ്ഞു, ആർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ ആർക്ക് ഏറ്റവും അധികം ആശ്രയിക്കാം? എനിക്ക് ആശ്രയിക്കാം. അപ്പോൾ എനിക്ക് ലാഭമായിരുന്നത്, പണ്ട് ഞാൻ വളരെ പ്രഷ്യസായി കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമായി ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എന്തായി? ഛേദമെണ്ണി. ഇന്ന് നമുക്ക് പറ്റുന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ? ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മളോട് അതാ ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം ലാഭം എന്ന് കരുതുന്ന പല കാര്യങ്ങളെയും നമുക്ക് ഛേദമെന്ന് എണ്ണാൻ പറ്റുമോ? ഛേദമെന്ന് എണ്ണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? പുനരുദ്ധാനത്തിൻ്റെ ശക്തി രുചിച്ചറിയാം. നിങ്ങൾ വലിയ പവർ മീറ്റിങ്ങിന് ഒന്നിനും പോകണ്ട. നിങ്ങൾക്ക് കഷ്ടം, ഈ ക്രിസ്തുവിനോടുകൂടി ഇംഗ്ലീഷിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ സഫറിങ് എന്നാണ്. അതിനെ ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ഭാഷയിലാക്കി കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഇൻ സഫറിങ്.
നമ്മൾ പറയില്ലേ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നു പറയില്ലേ, ക്രിസ്തുവിനോട് കൂടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് രുചിച്ചറിയാൻ പറ്റും? ദ പവർ ഓഫ് റിസറക്ഷൻ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്, പവർ ഓഫ് റിസറക്ഷൻ. പുനരുദ്ധാനത്തിൻ്റെ ശക്തി രുചിച്ചറിയാൻ വേറെ മാജിക് ഒന്നുമില്ല. എന്താണ്? ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് ചിന്തിക്കാം, നമ്മളെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്? മൈനസ് ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നു ഒഴിച്ച് ഇവിടെ വന്നിരിക്കുന്നത് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് എല്ലാവർക്കും, എനിക്ക് വാക്ചാതുര്യമില്ല, എനിക്ക് വർത്തമാനം പറയാറില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന മലയാളത്തിൽ എന്താ പറയുന്നത് അറിയില്ല. ഇന്നലെ ഞങ്ങൾ ക്ലാസ്സിൽ കുറേ ചിരിച്ചു. മാജിക് പില്ലിനെ ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അത്ഭുത ഗുളിക. അതുപോലെ എനിക്ക് ബ്ലാങ്കറ്റ് കമാൻഡ്മെൻറ്റിനെ മലയാളത്തിലാക്കാൻ എനിക്ക് അറിയില്ല. ബ്ലാങ്കറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു കമാൻഡ്മെൻറ്റാണ്. സകല ജാതികളെയും പോയി സുവിശേഷം പറയുക, ശിഷ്യരാക്കുക. ശിഷ്യരാക്കുന്നത് എങ്ങനെയാണ്? വെറുതെ എൻ്റെ പിന്നാലെ വന്നോളെന്ന് പറഞ്ഞിട്ടാണോ? അല്ല, വ്യക്തമായിട്ട് വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവവചനം പഠിപ്പിച്ച് ശിഷ്യരാക്കുക. അപ്പോൾ നമുക്ക് സുവിശേഷം പറയാൻ പറ്റും, ദൈവവചനം പഠിപ്പിച്ച് അനേകരെ ശിഷ്യരാക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് വലിയ ഗിഫ്റ്റോ ഒന്നും വേണ്ട. ഇത് നമ്മളോട് എല്ലാവരോടും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എന്തുണ്ടാവും ജീവിതത്തിൽ? കഷ്ടം എന്ന് പറയുമ്പോൾ മറ്റേ കഷ്ടം വേണ്ട കേട്ടോ. കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും മാറ്റിവെച്ച് ഇന്ന് ചെയ്യേണ്ട നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ നമ്മുടെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ചെയ്തെടുക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് രുചിച്ചറിയാൻ പറ്റുന്നത്? പുനരുദ്ധാനത്തിൻ്റെ ശക്തി. പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും നമ്മളത് വളരെ പവർഫുള്ളായിട്ട് അറിയും. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ആ പാർട്ടിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാനിപ്പോൾ പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ എങ്ങനെ രുചിച്ചറിയാൻ പറ്റുന്നില്ല. രുചിച്ചറിയാൻ പറ്റുന്ന ഒരൊറ്റ വഴിയുള്ളൂ, ഗോ ആൻഡ് ഹാവ് പാർട്ട്ണർഷിപ്പ് വിത്ത് ജീസസ് ഇൻ ഹിസ് ബിസിനസ്. എന്താണ് യേശുവിൻ്റെ ബിസിനസ്? സുവിശേഷം അറിയിക്കുക, തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകാൻ വരെ സുവിശേഷം അറിയിക്കുക, ദൈവവചനം പഠിപ്പിച്ച് അനേകരെ ശിഷ്യരാക്കുക. കാരണം എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം അല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ബാക്കിയെല്ലാം എന്ത് സംഭവിക്കുന്നതാണ്? ഇവിടെ നിന്ന് മാറിപ്പോകുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും അതെന്താണ്? പ്രഷ്യസാണ്, വളരെ വില പിടിച്ചതാണ്. അപ്പോൾ ദൈവം നമ്മളെ തന്നെ ഈ രാവിലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ കോളിങ് അല്ലേ. പക്ഷേ എല്ലാത്തിൻ്റെയും നടുവിൽ തൂണായിട്ട് നിൽക്കുന്ന എന്താണ്? ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഈവൻ എന്ത് ചെറിയ കാര്യങ്ങളായാലും നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റുമോ? അല്ലാതെ ഇവിടെ ഈ ഞായറാഴ്ച വന്നു പോകുന്നത് മാത്രമല്ലാതെ നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, കുടുംബമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി നമ്മളെ സമയം കൊടുക്കുകയാണെങ്കിൽ ആരിറങ്ങി പ്രവർത്തിക്കും? നമ്മളുടെ മിലിറ്ററിയിലെ സ്റ്റോറി ഓർത്താൽ മതി. ദൈവം വന്ന് ചെയ്തു തരും. ഞാൻ വെറുതെ പറയുന്നില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. പക്ഷേ നമ്മുടെ ഫുൾ അറ്റൻഷൻ ആർക്ക് കൊടുക്കുക? നമ്മുടെ കർത്താവിന്. കർത്താവ് എന്ന് വായ കൊണ്ട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതേമാതിരി വായ കൊണ്ട് പറയരുത്, ഹൃദയത്തിൽ കർത്താവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾ യേശു കർത്താവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഇന്ന് ചിന്തിക്കാം കർത്താവേ, അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അങ്ങേക്ക് വേണ്ടി ചെയ്ത് അങ്ങയുടെ കഷ്ടാനുഭവത്തിൽ കൂട്ടാളിയായിട്ട് എനിക്ക് ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതിലും കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അവസാനം പൗലോസ് അങ്ങനെ നിർത്തുന്നത് ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും എന്ന് പറഞ്ഞിട്ട് അവിടെയും പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച്
ചവറെന്ന് എണ്ണുന്നു. അപ്പോൾ ഇതിൻ്റെ കീ എന്താണ്? എത്ര പ്രാവശ്യം പറഞ്ഞത്? 2 പ്രാവശ്യം മുന്നിൽ പറഞ്ഞു ഞാൻ ഛേദമെന്ന് എണ്ണുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? ചവറെന്ന് എണ്ണുന്നു. അതിൻ്റെ മുന്നേ എന്താണ് പറഞ്ഞത്? എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ജഡത്തിൽ ആശ്രയിക്കാതെ ഈ ഭൂമിയിൽ നമുക്കുള്ളതും നമ്മൾ പ്രഷ്യസ് ആയിട്ട് കരുതുന്നതും നമ്മൾ എന്താണ് ആയിരിക്കുന്നുള്ളത് നമ്മൾ വിട്ട് കളയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജഡത്തിൽ ആശ്രയിക്കാതെ നല്ല ഭടനായിട്ട് പോർ ചേർത്ത അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ കഷ്ടത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ കഷ്ടങ്ങളിൽ യേശു ഈ ഭൂമിയിൽ എങ്ങനെയെല്ലാം വെടിഞ്ഞു വന്നോ അതുപോലെ നമ്മൾ യേശുവുമായിട്ടൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരുമ്പോഴാണ് നമുക്ക് പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ പറ്റുന്നത്. കണ്ടറിയല്ല, പുനരുദ്ധാനത്തിൻ്റെ ശക്തി എങ്ങനെയാണെന്ന് പറഞ്ഞത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 13 കുറേ ഉണ്ട്. എനിക്ക് സമയമില്ല ഒന്നും വായിക്കാൻ. സഹോദരന്മാരെ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 15 വരുമ്പോൾ പറയുന്നത്, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. നമ്മളെല്ലാവരും തികഞ്ഞവരാണോ? തികഞ്ഞവരെന്ന് പറയുന്നത് പക്വതയുള്ള അല്ലെങ്കിൽ മെച്യൂർ ക്രിസ്ത്യനെ പറ്റി അവിടെ പറയുന്നത്. ഈ തികഞ്ഞവർ എന്ന് പറയുന്നത് അതായത് വിശ്വാസത്തിൽ വന്ന് അനേക നാളുകളായിട്ടുണ്ടാവുമായിരിക്കാം. ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മെച്യൂർ ക്രിസ്ത്യനായി തീരണം എന്നാണ്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ പറഞ്ഞ പോലെ. മുകളിൽ എങ്ങനെയാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് നായ്ക്കളെ സൂക്ഷിപ്പിന്നൊക്കെയാണ്. ആരാണ് ഈ നായ്ക്കൾ? ആരാണ് ഈ നായ്ക്കൾ? അതായത് ദുരുപദേഷ്ടാക്കന്മാർ, അവരെയാണ് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രവൃത്തിയും വിശ്വാസവും വേണമെന്നൊക്കെ തെറ്റ് പഠിപ്പിക്കുന്നവരെ നായ്ക്കളെ സൂക്ഷിക്കാൻ പറയുന്നു. ആകാത്ത വേലക്കാരെ സൂക്ഷിക്കാൻ പറയുന്നു. വിച്ഛേദനക്കാരെ സൂക്ഷിക്കാൻ പറയുന്നു. അതിന് ശേഷമാണ് പറയുന്നത് ഈ നിങ്ങൾ പ്രഷ്യസായി കരുതുന്ന നിങ്ങളുടെ ജഡത്തെ, ജഡത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് വംശവും ഗോത്രവും നമ്മുടെ പ്രതാപവും ഒക്കെ തന്നെയാണ് കേട്ടോ. ജഡത്തിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത്. അത് വിട്ടുകളാ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഛേദമെന്നെണ്ണി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ കഷ്ടത്തിലെ പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ കൂട്ടാളികളാവുന്നതും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പുനരുദ്ധാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഞാൻ എല്ലാവരോടും ലാസ്റ്റ് ഞാൻ നിർത്തുമ്പോൾ ഞാൻ പറയാണ്, പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ പറ്റും? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ എന്തിനെങ്കിലും പോയാൽ ആ ഒരു സമയം, അല്ലെങ്കിൽ എൻ്റെ പണം, എൻ്റെ സമയം, എൻ്റെ സൗകര്യം എല്ലാം അങ്ങേക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് അങ്ങയുടെ വചനത്തിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ പടചേർത്തവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഇന്ന് ഒരുക്കാം. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളോടാതെ സ്നേഹിക്കുന്നവളുടെ സ്വർഗീയ പിതാവേ, യേശു കർത്താവേ, അങ്ങയുടെ പ്രിയ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ കർത്താവേ ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവേ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ പടയാളി ജീവന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ലെന്ന് കർത്താവേ. ഞങ്ങളെല്ലാവരും കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേക കാര്യങ്ങളുണ്ട്. അതിനെല്ലാം വിട്ട് കർത്താവേ യേശുവേ അങ്ങയോട് കൂടെ അങ്ങയുടെ കഷ്ടാനുഭവത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുമ്പോൾ കർത്താവേ പുനരുദ്ധാനത്തിൻ്റെ ശക്തി കർത്താവേ, ആ ബലത്തിൻ്റെ ആ വല്ലഭത്വം കർത്താവേ, അത് ക്രിസ്തു യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അത് ക്രിസ്തുവിൻ്റെ മേലെ വ്യാപരിച്ച അതേ ശക്തി കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഉള്ളിലും അങ്ങ് തന്നിരിക്കുന്നെന്ന് ഞങ്ങൾ എഫേസ്യ ലേഖനത്തിൽ കർത്താവെ എഴുതിയത് വായിച്ചല്ലോ കർത്താവെ. ആ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ഓൾറെഡി തന്നിരിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്കിനി അത് അനുഭവിച്ചറിയണം കർത്താവെ. അനുഭവിച്ചറിയാൻ വേണ്ടി കർത്താവ് ഈ രാവിലെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ സംസാരിക്കുന്ന അടിയനെയും അങ്ങയുടെ കേൾക്കുന്ന മക്കളെയും കർത്താവെ, അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ അവർ പല കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. കർത്താവെ അങ്ങ് അവരെ വഴി കാണിക്കണം കർത്താവെ. എന്ത് ചെയ്യണമെന്ന് കർത്താവെ, മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുവാൻ, മറ്റുള്ളവരോട് ഈ യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ കർത്താവെ, യേശുവിൻ്റെ വചനങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ കർത്താവെ, അങ്ങയുടെ മക്കളെ കർത്താവ് ഒരു പടി കൂടി ഈ രാവിലെ ഉയർത്തണം കർത്താവെ. ഞങ്ങൾ ഒരിക്കലും കർത്താവെ ഞങ്ങൾ അവസ്ഥയിൽ കർത്താവെ തൃപ്തിപ്പെടാതെ കർത്താവെ അതിലും കർത്താവെ ഒരു പടി കൂടെ മുകളിലോട്ട് കയറി
കയറിപ്പോവാൻ തൊക്കണം കർത്താവെ. ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അങ്ങ് പരിശുദ്ധാത്മാവ് കർത്താവെ അങ്ങയുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അങ്ങേക്ക് വേണ്ടി കർത്താവെ, അങ്ങേക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തൊക്കണം കർത്താവെ. അങ്ങയുടെ മക്കളെ കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുത്തണം കർത്താവെ. കാരണം കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഡത്തെ വിട്ടുകളയാൻ കഴിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതുകൊണ്ട് കർത്താവെ അങ്ങയുടെ ഉയരത്തിലുള്ള പരിശുദ്ധാത്മാവെ ഈ രാവിലെ സമയം കർത്താവെ ഇവിടെ പ്രവർത്തിച്ച് കർത്താവെ അങ്ങയുടെ പ്രിയ മക്കളെ കർത്താവെ അങ്ങ് ഒരുക്കണം കർത്താവെ. അങ്ങ് ഒരുക്കിയിരിക്കുന്നതിനായിക്കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. കർത്താവെ ഹല്ലേലൂയ. നിൻ്റെ മക്കളെ കർത്താവെ അവരുടെ ഹൃദയത്തെ തൂക്കി നോക്കുവാൻ കർത്താവെ അവർക്ക് ഇനിയും കൂടുതലായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ തൊക്കണം കർത്താവെ ഈ രാവിലെ സമയത്ത്. അങ്ങനെ കർത്താവെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും കർത്താവെ അങ്ങയുടെ പുനരുദ്ധാനത്തിൻ്റെ അങ്ങയുടെ ഉയിർപ്പിൻ്റെ ആ പവർ ഓഫ് റിസറക്ഷൻ കർത്താവെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ, അങ്ങനെ ഞങ്ങൾ കർത്താവ് ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻസ് ആയിട്ട് ജീവിക്കുവാൻ കർത്താവെ വെറുതെ ഞങ്ങൾ ഞായറാഴ്ച വന്നു പോകുന്നവരായിട്ടല്ല കർത്താവെ ഈ പറഞ്ഞിരിക്കുന്നതും ഞങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഈ രാവിലെ അങ്ങയുടെ മക്കളെ ഒരുക്കണം കർത്താവെ. അങ്ങേക്ക് സകല മാനവും മഹത്വവും നൽകുന്നു. യേശു ക്രിസ്തുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.